ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 28/4/2025 നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 1. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി, സർദാർ KM പണിക്കർ. 2. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? ആൻസർ ഓപ്ഷൻ എ, 1.25 കോടി മലയാളികൾ. 3. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി, ഇന്ത്യ, ചൈന. 4. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, കാൺപൂർ. 5. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി, ഫിലാഡൽഫിയ. 6. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ആൻസർ ഓപ്ഷൻ എ, അന്റോണിയോ ഗുട്ടറസ്. 7. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ചക്രവാദം. 8. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. 9. എന്താണ് ക്ലിഫ്? ആൻസർ ഓപ്ഷൻ എ, ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. 10. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപമേതെന്ന് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി, ടെറായി. 11. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ശരിയായിട്ടുള്ള ജില്ല തന്നെയാണ്. കുറ്റ്യാടി കോഴിക്കോട്, ഷോളയാർ തൃശ്ശൂർ, ശബരിഗിരി പത്തനംതിട്ട, കല്ലട കൊല്ലം. 12. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, കൊൽക്കത്ത. 13. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി, 1, 3. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. 14. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, 1, 3. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വയാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. 15. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. 16. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി? ആൻസർ ഓപ്ഷൻ എ, പത്മ സുബ്രഹ്മണ്യം. 17. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, 1, 2. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. 18. ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, 1, 2, 3. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. 19. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ, 1, 2. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ഇന്ത്യൻ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണ് ഉള്ളത്. 20. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി? ആൻസർ ഓപ്ഷൻ ബി, 91-ാം ഭരണഘടനാ ഭേദഗതി. 21. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 1, 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി.
രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. 22 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ എ, PK തുങ്കൻ കമ്മിറ്റി. 23 താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത്. ആൻസർ ഓപ്ഷൻ ഡി, 3, 4 എന്നിവ. സംഘടനാ സ്വാതന്ത്ര്യം, പൊതുതൊഴിലിൽ തുല്യ അവസരം. 24 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്കു വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ആൻസർ ഓപ്ഷൻ ഡി. ഏതാണ്? സി, വിജിൽ. 25 ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. ആൻസർ ഓപ്ഷൻ ബി, 1, 2 എന്നിവ ശരിയാണ്. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം, ആണവോർജം. സംസ്ഥാന ലിസ്റ്റ് കൃഷി, മത്സ്യബന്ധനം. 26 നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, കിരൺ റിജ്ജു. 27 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, 2ഉം 3ഉം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. 28 വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. 29 ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, ഫെബ്രുവരി 2. 30 കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ഡി, വി ശിവൻകുട്ടി. 31 കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ആൻസർ ഓപ്ഷൻ എ, 9. 32 കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആര്? ആൻസർ ഓപ്ഷൻ സി, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 33 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ആൻസർ ഓപ്ഷൻ ബി, NS മാധവൻ. 34 പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി, 3, 4. പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം. സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. 35 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, ജീവകം ഇ. 36 സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 2 മാത്രം. എലിപ്പനി, ലെപ്റ്റോസ്പൈറ. 37 ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രം. ശ്രുതി മധുരം. 38 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രം. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. 39 സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ എ, 1 മാത്രം ശരി. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. 40 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി, 3 സൗദി അറേബ്യ. 41 മെനിഞ്ചൈറ്റിസിനെതിരെ MEN 5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ 3 നൈജീരിയ. 42 ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ആൻസർ ഓപ്ഷൻ ബി പൂർണ്ണാന്തരിക പ്രതിഫലനം. 43 കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി സെക്കൻഡ്. 44 ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്നും 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ആൻസർ ഓപ്ഷൻ എ -8 സെന്റിമീറ്റർ. 45 ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം? ആൻസർ ഓപ്ഷൻ എ മുംബൈ. 46 ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം? ആൻസർ ഓപ്ഷൻ ബി ഇറ്റലി. 47 കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ സി കാൽഷ്യം കാർബണേറ്റ്. 48 ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ FeCl3H2 ഉണ്ടാകുന്നു. 49 ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം? ആൻസർ ഓപ്ഷൻ ഡി 10. 50 ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്? ആൻസർ ഓപ്ഷൻ ബി TiO2. എന്താണ് TiO2? ടൈറ്റാനിയം ഓക്സൈഡ് ആണ്. 51 അക്വേറിയത്തിന്റെ അടിയിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ആൻസർ ഓപ്ഷൻ എ ബോയിൽ നിയമം. 52 പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി കാക്കനാട്. 53 മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആര്? ആൻസർ ഓപ്ഷൻ സി PJ ആന്റണി. 54 താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ എ 1 മാത്രം ശരി. മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. 55 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ ബി EV രാമകൃഷ്ണൻ. 56 താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി. ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. 57 ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ. 58 ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജയ്പാൽ സിംഗ്. 59 പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ. 60 HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ്? ആൻസർ ഓപ്ഷൻ ഡി IMG. 61 ഒരു LAN ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ആൻസർ ഓപ്ഷൻ ബി റൗട്ടർ. 62 IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി? ആൻസർ ഓപ്ഷൻ ബി സർട്ടിൻ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. 63 ഇൻപുട്ട് ഉപകരണം? ആൻസർ ഓപ്ഷൻ ഡി സ്കാനർ. 64 പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർ. 65
ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, 1 തവണ. 66. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി? ആൻസർ ഓപ്ഷൻ ബി, 3 വർഷം. 67. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആര്? ആൻസർ ഓപ്ഷൻ സി, ജയന്തി പട്നായിക്. 68. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 61. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ ബി, 6. 70. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? ആൻസർ ഓപ്ഷൻ സി, 150. 71. ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്ര? ഇതെങ്ങനെ ചെയ്യുന്നേ? ഇപ്പം ത്രികോണത്തിലെ കോണുകളുടെ അംശബന്ധം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്കതിനെ എങ്ങനെ എഴുതാം? 5x 3x 4x എന്ന് എഴുതാം. 5:3:4 നമുക്ക് എങ്ങനെ എഴുതാം? 5x 3x 4x എന്ന് എഴുതാം. അപ്പോൾ ത്രികോണത്തിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്. ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണ്. ഇവിടെ അംശബന്ധം തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എക്സ് എടുത്തു. 5x 3x 4x എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ തുകയാണ് 180. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം 5x അധികം 3x അധികം 4x എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ എത്ര കിട്ടും? 5x അധികം 3x അധികം 4x 12x. അപ്പോൾ ഇതിനെ കൂട്ടുമ്പോൾ 3നെ കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 12x എന്ന് കിട്ടും. 12x എന്ന് പറയുന്നത് 180 ആണ്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 180 / 12. അപ്പോൾ ഇതിനെ നമ്മൾ ഭാഗിച്ചെടുക്കുമ്പം എത്ര ആൻസർ കിട്ടും? 15 എന്ന് കിട്ടും. അപ്പോൾ എക്സ് കിട്ടി 15 എന്ന് ഇവിടെ എക്സ് കിട്ടി. അപ്പോൾ ഇതിലേറ്റവും ചെറുത് ഏതാണ്? 3x ആണ് ചെറുത്. അപ്പോൾ അതിനകത്ത് ഈ എക്സിൻ്റെ വില ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ആകുമ്പം 3 × x എത്ര? 15 = 45. അപ്പോൾ ആൻസർ 45. ആൻസർ ഓപ്ഷൻ ഡി. 72. z = x + y-ൽ x = -10 y = 3 ആയാൽ z എത്ര? അപ്പോൾ z എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ z = എക്സിൻ്റെ വില എത്രയാണ്? -10 എന്ന് തന്നിട്ടുണ്ട്. അധികം y എത്രയാ? 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൈനസാണ്, 10 മൈനസാണ്. അപ്പോൾ കൂട്ടിയിട്ട് ഇതിൽ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം. അപ്പോൾ 10ൽ നിന്ന് 3 കുറച്ചാൽ എത്ര കിട്ടും? 7. വലിയ സംഖ്യ 10, 10ൻ്റെ ചിഹ്നം -7. ആൻസർ ഓപ്ഷൻ ബി. 73. കൂട്ടത്തിൽ പെടാത്തതേത്? അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ മനസ്സിലാകാം? 12ൻ്റെ ഗുണിതങ്ങളാണ് 48ഉം 24ഉം അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ടുള്ളത്. 16 മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ടുള്ളത്. പിന്നീട് ഒരു സ്ക്വയർ, 16 എന്ന് പറയുന്ന ഒരു സ്ക്വയറാണ്. അങ്ങനെ നോക്കിയാലും വ്യത്യാസമായിട്ടുള്ളത് ഏതാണ്? 16. ആൻസർ ഓപ്ഷൻ ഡി. 74. 6ൻ്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്ര? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 6ൻ്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം.
മാധ്യം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? മാധ്യം ഇസിക്കൽ ടു ആകെത്തുക ഡിവൈഡഡ് ബൈ എണ്ണം. ആകെത്തുക ഡിവൈഡ് ബൈ എണ്ണമാണ് മാധ്യം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ 6ൻ്റെ ആദ്യ 6 ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 6, 12, 18, 24, 30, 36 അല്ലേ? 6 ഗുണിതങ്ങൾ 6ഉം കൂടെ കൂട്ടിയാണ് വരുന്നത്. 1 ഗുണം 6 6. അപ്പോൾ അങ്ങനെ 6 ഗുണിതങ്ങൾ എന്ന് പറയുന്നത് 6, 12, 18, 24, 30, 36. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കാം നമുക്ക്. എത്ര കിട്ടും? 126 എന്ന് കിട്ടും. ആകെത്തുക 126. എണ്ണം എത്രയാണ്? 6. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 21 കിട്ടും. ഇനി വേറൊരു രീതിയിലും ചെയ്യാം. മാധ്യം കണ്ടുപിടിക്കാൻ ആദ്യ സംഖ്യ അധികം അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2. അപ്പം എങ്ങനെ കണ്ടുപിടിക്കുക? 2 രീതിയിൽ ചെയ്യാം. ആദ്യം കണ്ടുപിടിക്കുക ആകെത്തുക ഡിവൈഡ് ബൈ എണ്ണം, അങ്ങനെ വെച്ചും ചെയ്യാം. പിന്നീട് ആദ്യ സംഖ്യ അധികം അവസാന സംഖ്യ ഡിവൈഡ് ബൈ 2 ആ ഇക്വേഷൻ വെച്ചും ചെയ്യാം. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ആദ്യ സംഖ്യ ഏതാണ്? 6. പുറത്തോട്ട് ചെയ്യാം. ആദ്യ സംഖ്യ 6, അവസാന സംഖ്യ 36 ഡിവൈഡ് ബൈ 2. എത്ര കിട്ടും? 36 അധികം 6 42 ഡിവൈഡ് ബൈ 2 21 കിട്ടും. 2 രീതിയിൽ ചെയ്താലും ഒരേ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. 21, ഇവിടെ 21 തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഇല്ല. ഈ ക്വസ്റ്റ്യനിൽ ആൻസർ ഇല്ല. ഇത് ക്യാൻസൽ ചെയ്ത് കാണും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 75. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ വശം എത്രയായിരിക്കും? അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചതുരത്തിൻ്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. നീളം എത്രയാണ്? 40, വീതി 30. ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ചുറ്റളവ്. ചതുരത്തിൻ്റെ ചുറ്റളവ് സിക്കൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി, അതായത് 2 ഗുണം നീളം അധികം വീതി. അപ്പോൾ എത്ര കിട്ടും? 2 ഇൻറ്റു എൽ പ്ലസ് ബി, 40 അധികം 30, 70 കിട്ടും. 2 ഗുണം 70, 2 ഗുണം 70 എത്ര കിട്ടും? 140. അപ്പോൾ ചുറ്റളവെന്ന് പറയുന്നത് 140 എന്ന് നമുക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവെന്ന് പറഞ്ഞാൽ 140 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്തോ പറയുന്നത്? ഇപ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവും ചതുരത്തിൻ്റെ ചുറ്റളവും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ സമചതുരത്തിൻ്റെ വശം എത്രയായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 4a ആണ്. അപ്പം 4a എന്ന് പറയുന്നത് 140 അല്ലേ? രണ്ടും തുല്യമാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം 4a = 140. അങ്ങനെയാണെങ്കിൽ a എന്ന് പറയുന്നത് എത്രയായിരിക്കും? 140 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടും? രണ്ടും കൂടെ ചെയ്യുമ്പോൾ 35 എന്ന് കിട്ടും. അപ്പോൾ a എന്ന് പറയുന്നത് 35. ഒരു വശമാണല്ലോ a എന്ന് പറയുന്നത് എത്രയാ? 35. ഇതിനകത്ത് ആൻസർ എത്രയാണെന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ്, 35. 76. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്നും 20-മതും ആയാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അപ്പോൾ ഈ മോഡൽ കണക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? മുന്നിൽ നിന്നും എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്? 4-മത്. മുന്നിൽ നിന്നും 4-മത്, മുന്നിൽ നിന്ന് 4. പിന്നീട് എന്തുവാ? പിന്നിൽ നിന്ന് 20 ആയാൽ ആകെ എത്ര പേരുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടെ കൂട്ടുക, 1 കുറയ്ക്കുക. 20 അധികം 4,
-1 എത്ര കിട്ടും? 24 - 1 = 23. അപ്പോൾ ആൻസർ എത്രയാണ്? 23. ഓപ്ഷൻ സി ആണ്. 77 18 - 6 ÷ 3 × 4. അതിൻ്റെ ആൻസറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഇട്ട് എഴുതാം. 18 - 6 / 3 × 4. ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, ഭാഗിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 6/3 എത്ര കിട്ടും? 2 കിട്ടും അല്ലേ? ഗുണം 4. ഇനി രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത്? ഗുണിക്കുകയാണ്. അപ്പം 2 × 4 8. ഇങ്ങോട്ട് എഴുതാം. 18 - 8. 18ൽ നിന്ന് 8 കുറച്ചാൽ എത്ര കിട്ടും? 10. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 10. 78 -2 ÷ 3 raised 3 × 3/5 raised 2 = എത്ര? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എഴുതാം. -2 ÷ 3 raised 3 × 3/5 raised 2. ഇതിൻ്റെ ആൻസർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3 വട്ടം ഗുണിക്കുക. അതായത് 2നെ 3 വട്ടം, -2നെ 3 വട്ടം ഗുണിക്കുക, 3നെ 3 വട്ടം ഗുണിക്കുക. അപ്പോൾ -2നെ 3 വട്ടം ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? -2 - 2 - -2 -2 എന്ന് പറയുന്നത് +4 ആണ്. +4 4 × -2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? -8 ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നത് -8 ഡിവൈഡഡ് ബൈ 3നെ 3 വട്ടം ഗുണിക്കുക. 3 × 3 × 3 27 കിട്ടും അല്ലേ? ഗുണം ഇവിടെ 3നെ സ്ക്വയർ, ഇവിടെ മുകളിൽ റേസ് 2 ആണ്. അപ്പോൾ ഇവിടെ 3 × 3 3 9. 5 × 5 25. അപ്പോൾ അതിനകത്ത് വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ വെട്ടിക്കളയാൻ പറ്റും. അപ്പോൾ 9 3 വെട്ട് അല്ലേ? 9 × 3 27. അപ്പോൾ ഇവിടെ വെട്ടാം 3 കിട്ടി. അപ്പോൾ ഇനി ഇങ്ങോട്ടും എഴുതിയാൽ മതിയല്ലോ. ബാക്കി ഇനിയൊന്നുമില്ലല്ലോ, ചെറുതാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ -8 ഇവിടെ എഴുതി. 25 × 3 എത്ര കിട്ടും? 75. -ഒന്നുമില്ല, 75. അപ്പോൾ ആൻസർ -8 ÷ 75. -8 ÷ 75 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ സി -8 ÷ 75. ഇനി അടുത്ത കണക്ക് 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 72.29 നിന്ന് 53.6 അങ്ങ് കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും എത്ര കുറവാണെന്ന് കിട്ടും. ഇപ്പോൾ രണ്ടും കൂടെ കുറച്ച് നോക്കാം. 72.29 -53.6 9 ഇറക്കുക. ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് എടുക്കും. 12 6 കിട്ടും. ഇവിടെ 1 ആകും. 3 18 8. ഇവിടെ 1 18. 18.69 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ കറക്റ്റാണോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ബി 18.69. 80 1 2 4 എന്ന സംഖ്യാശ്രേണിയിലെ 10ാം പദം എത്ര? അപ്പോൾ ഈ കണക്ക് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. 1 2 4 10ാം പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 10ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇവിടെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? 1 2 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് ഒരു സമാന്തര പ്രോഗ്രഷൻ അല്ലെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇത് എന്തായിരിക്കും? സമഗുണിത പ്രോഗ്രഷൻ ആയിരിക്കും, GP ആയിരിക്കും. ഇവിടുത്തെ എ എന്ന് പറയുന്നത് ആദ്യ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 1 ആണ്. അപ്പോൾ പൊതുഗുണിതം 6 എന്ന് പറയുന്നത് എന്താണ്? 2 ÷ 1 = എത്ര കിട്ടും? 2. 2 ആയിരിക്കും 6 എന്ന് പറയുന്നത്.
അപ്പം ഒരു സമഗുണിത പ്രോഗ്രഷനിലെ എന്നാം പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? എ എൻ ഇസിക്കൽ ടു എ ആർ റേസ് ടു എൻ മൈനസ് 1. എ എൻ ഇസിക്കൽ ടു എ ആർ റേസ് ടു എൻ മൈനസ് 1 എന്നാണ് സമഗുണിത പ്രോഗ്രഷനിലെ എന്നാം പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. അപ്പോൾ നമുക്കിനി വിലയിട്ട് കൊടുക്കാം. എ 10 10ാം പദമല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇസിക്കൽ ടു എ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആർ ഗുണം ആർ എത്രയാണ്? 2 റേസ് ടു എൻ മൈനസ് 1. എൻ എന്ന് പറയുന്നത് 10 10 മൈനസ് 1 9. അപ്പോൾ എങ്ങനെ വരുന്നത്? ഇവിടെ 2 റേസ് ടു 9. അപ്പോൾ 2 റേസ് ടു 9 നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അതായത് 2 ഗുണം 2 ഗുണം അങ്ങനെ 9 പ്രാവശ്യം 2നെ ഗുണിക്കുന്നതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. 2 ഗുണം 2 ഗുണം 2 ഗുണം 2 ഗുണം 2 ഗുണം 2 3 4 5 6 7 8 9. 2 3 4 5 6 7 8 9. അപ്പോൾ 9 പ്രാവശ്യം 2നെ ഗുണിക്കുന്നതാണ്. അപ്പോൾ 2 ഗുണം 2 4 4 ഗുണം 2 8 8 ഗുണം 2 16 16 ഗുണം 2 32 32 ഗുണം 2 64 64 ഗുണം 2 128 128 ഗുണം 2 256 256 ഗുണം 2 512. അപ്പോൾ ആൻസർ 512 എന്ന് കിട്ടും. ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ എ 512. അപ്പോൾ ഇത് 10ാം പദം. അപ്പോൾ കുറച്ച് അല്ലേ ഉള്ളൂ. അപ്പോൾ 10ാം പദം ആയതുകൊണ്ട് നമുക്ക് അല്ലാതെ തന്നെ അത് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? പൊതുഗുണിതം 2ആണ്. അപ്പോൾ 2 കൊണ്ട് ഗുണിച്ച് അങ്ങ് പോയാൽ മതിയല്ലോ. 1 ഗുണം 2 2 ഗുണം 2 4 4 ഗുണം 2 6 അങ്ങനെ വെച്ച് ഗുണിച്ച് വേണമെങ്കിൽ നമുക്ക് 10ാം പദം കണ്ടുപിടിക്കാം. ഇക്വേഷൻ മറന്നുപോയാൽ ഈ രീതിയിൽ വേണമെങ്കിലും കണ്ടുപിടിക്കാം. 81. Modern technology makes it easier than ever to eavesdrop on electronic communication. Find the option that is closest in meaning to the underlined word. Answer option D. To listen secretly to a private conversation. 82. Do you remember the passenger dash travelled yesterday without a ticket? Choose the suitable relative pronoun from the options given. Answer option B. Who. 83. Martin ate the dash amount of shawarma at the party, preferring to snack on vegetables. Choose the superlative form of the adjective from the options. Answer option D. Least. 84. Pursuing a graduate degree from a reputable institution these days can cost an arm and a leg. Answer option C. Expensive. An arm and a leg എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസീവ് എന്നാണ് അർത്ഥം. 85. Which one of the following words is an example of a compound word consisting of a verb plus adverb pattern? Answer option A. Breakthrough. 86. The dash of the royal family still preserve their tradition and cultural heritage. Pick out the correctly spelt word. Answer option B. അപ്പോൾ അതിനകത്ത് ഈ ഡിസെൻഡൻസ് ആണ് ശരി. ഓപ്ഷൻ ബിയിലെ ഡിസെൻഡൻസ് ആണ് ശരിയുള്ളത്. 87. This cloth used to fade when washed dash. Use the most suitable question tag. Answer option D. Didn't it. 88. Close the window. Change into passive voice. Answer option D. Let the window be closed. 89. The principal ordered a dash of paper to print the students' hall tickets. Fill
Fill in the blank using the most suitable collective noun from the options given. Answer option C, ream. 90. The manager asked Raji, why didn't you come to the office yesterday? The manager asked Raji, dash, complete the reported speech. Answer option C, why she hadn't come to the office the previous day. 91. വിൺ അധികം തലം വിണ്ടലം സന്ധി ഏത്? ആദേശസന്ധി. 92. ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി, നപുംസകം. 93. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, മഞ്ഞ്. 94. ശരിയല്ലാത്ത വിപരീത പദ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഉപജയം അപജയം. 95. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏവ? ആൻസർ ഓപ്ഷൻ എ, ആ, ഇ, എ. 96. ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം? ആൻസർ ഓപ്ഷൻ ബി, ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. 97. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ സി, കവി കവിയിത്രി. 98. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം ഏത്? ആൻസർ ഓപ്ഷൻ സി, പിബഡിഷു. 99. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്? ആൻസർ ഓപ്ഷൻ സി, സലിംഗ ബഹുവചനം. 100. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരമേത്? ആൻസർ ഓപ്ഷൻ ഡി, തെങ്ങ്. ഇത്രയേ ഉള്ളൂ.